السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله. الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه. വളരെ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഖൈറായ നിലയിൽ പറയാനും ഉൾക്കൊള്ളാനും പറയുന്നവനും കേൾക്കുന്നവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുതുബയിൽ പരാമർശിച്ചതുപോലെ റമളാനിന്റെ 3-ാം ഭാഗം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ 10 തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ സമയം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത്. ആ സമയങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം അമലുകൾ ചെയ്യണം, ഇബാദത്തുകൾ ധാരാളം നിർവഹിക്കണം, അല്ലാഹുവിലേക്ക് വളരെ കൂടുതലായി നമുക്ക് അടുക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ രാവുകളിൽ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മിൽപ്പെട്ട പലർക്കും സാധിച്ചിട്ടില്ല. ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യാൻ നമ്മിൽപ്പെട്ട പലർക്കും സാധിച്ചിട്ടില്ല. എന്തേ ചെയ്യാൻ കഴിയാത്തത്? ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തഖിൽ മഹാരിം തകുൻ അഅ്ബദൻ നാസ്. ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന നിലവാരത്തിലേക്ക് നിനക്ക് ഉയരാൻ കഴിയണമെങ്കിൽ ആദ്യമായി നീ ചെയ്യേണ്ടത് തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിരന്തരം പാപം ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. വെള്ളിയാഴ്ച പോലും അൽഖൈഫ് നിർവഹിക്കാൻ കഴിയുന്നില്ല, ദുഹാ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, അത്താഴത്തിന് എഴുന്നേറ്റിട്ടും തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കഴിയാത്തത്? എന്താണ് നിർവഹിക്കാൻ നമുക്ക് സാധിക്കാത്തത്? ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത്തഖിൽ മഹാരിം, ആദ്യമായി നീ ചെയ്യേണ്ടത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നതാണ്. നിരന്തരം പാപം ചെയ്യുന്ന ഒരാൾക്ക് നന്മയിൽ അയാൾക്ക് സജീവമാകാൻ കഴിയില്ല. ഇവിടെയാണ് സഹോദരന്മാരെ തൗബയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് മഗ്രിബോടുകൂടി മഗ്ഫിറത്തിന്റെ 10 തീരുകയാണ്. പാപത്തിന്റെ കറകളെ കണ്ണീര് കൊണ്ട് കഴുകി വൃത്തിയാക്കി വളരെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തിയാൽ അവസാനത്തെ 10 ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. അല്ല, നമ്മൾ പാപം ചെയ്യുകയാണ്, തൗബ ചെയ്യുന്നില്ല എങ്കിൽ അവസാനത്തെ 10ഉം ലൈലത്തുൽ ഖദ്റും എത്ര പ്രാധാന്യമുള്ള സമയങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നാലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കരയാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, നന്മകളിൽ സജീവമാകാൻ തീർച്ചയായും നമുക്ക് സാധിക്കില്ല. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് റബ്ബിനോടൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ റബ്ബിനോട് തൗബ ചെയ്യാം. പ്രസംഗത്തിന്റെ അവസാനം പോരാ, ഇന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പായി ഒരു 2 മിനിറ്റ് സ്വകാര്യതയിലേക്ക് മാറി നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകണം. മം ബക്കാ ഫില്ലാഹ് ലൻ യലിജൻ നാർ, മം ബക്കാ ഫില്ലാഹ്. നരകത്തെ കുറിച്ച് ഓർത്ത് കരയുന്നവൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കരഞ്ഞുകൂടെ നമുക്ക്? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത സയ്യിദുനാ റസൂലുള്ളാഹി
പാതിരാ സമയത്ത് പള്ളിയിൽ വെച്ച് കരയുകയാണ്. അങ്ങ് കരയാറുണ്ടോ നബിയെ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അഫലാ അകൂനു അബ്ദൻ ശകൂറ, ബിലാലെ നന്ദിയുള്ളവനാകണ്ടേ, ഞാൻ കരയണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പുലരുന്നത് വരെ കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരായത്ത് പോലും കരയാതെ ഓതാൻ കഴിയാറില്ല. ധീരരിൽ ധീരരായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖത്താനി അസ്വദാനി അലാ ഖദ്ദൈ ഉമർ, ഉമറുൽ ഫാറൂഖിന്റെ രണ്ട് കൺതടങ്ങളിൽ രണ്ട് കറുത്ത പാടുകളാണ്, കരഞ്ഞ് കണ്ണീരൊലിച്ച പാടുകളാണ്. എല്ലാവരും കരയുന്നു. കഴിഞ്ഞ ദിവസം മദീനയിൽ പോയപ്പോ, റമളാനിന്റെ ആദ്യ ദിവസങ്ങളിൽ മദീനയുടെ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തുള്ള, ഇന്ത്യ രാജ്യത്തുള്ള ഒരുപാട് സയ്യിദുമാരും ആലിമീങ്ങളും സാധാരണക്കാരുമുണ്ട്. നിരന്തരമായ ആരാധനകളിൽ മുഴുകി നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാൻ 20ാമത്തെ രാവും കഴിഞ്ഞ് 20ന്റെ പകലിൽ ഞാൻ എന്നോട് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, കരഞ്ഞോ നിങ്ങൾ? കണ്ണുനീരൊലിപ്പിച്ചോ നിങ്ങൾ? അള്ളാന്റെ റസൂല് കരഞ്ഞെങ്കിൽ, സിദ്ദീഖുൽ അക്ബർ കരഞ്ഞെങ്കിൽ എന്തേ കരച്ചിൽ വരാത്തത്? പാപത്തിന്റെ കറകൾ മനസ്സിനെ കീഴ്പ്പെടുത്തിയ കാരണത്താലാണ് മനുഷ്യന് കരയാൻ കഴിയാത്തത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നുണ്ട്, ജഫാഉൽ ഐൻ അലാമത്തുൻ അലാ ഖസ്വത്തുൽ ഖൽബ്, ഖൽബ് കടുത്തുപോയി എന്നതിന്റെ അടയാളം കണ്ണുകൾ നനയാതിരിക്കലാണ്. എന്തേ ഇന്നലെ രാത്രി കരയാഞ്ഞത്? മെനിയാന്ന് രാത്രി കരയാഞ്ഞത്? ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ഖുതുബ നിർവഹിക്കുന്നത് കേട്ടപ്പോ, നരകത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ, മഹാന്മാരുടെ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ എന്തേ കരച്ചിൽ വരാത്തത്? വരാതിരിക്കാനുള്ള കാരണം ജഫാഉൽ ഐനി അലാമത്തുൻ അലാ ഖസ്വത്തിൽ ഖൽബ്, ഖൽബ് കടുത്തുപോയി, ഹൃദയം കഠിനമാണ് എന്നതിന്റെ അടയാളം കണ്ണുകൾ നനയാതിരിക്കലാണ്. ബാബുല്ലിൽ, വിജ്ഞാനത്തിന്റെ കവാടമായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ഒരാൾ വന്നുകൊണ്ട് ശകാ റജുലുൻ ഇലാ അലിയിൻ ഖസ്വത്തൽ ഖൽബ്, എന്റെ ഖൽബ് കടുത്തുപോയി, ഹൃദയം കടുത്തുപോയി, കരയാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വന്ന് പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. യതീമായ കുട്ടിയുടെ തലയിൽ കൈവക്കലാണ്. നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ യതീമുകളുണ്ട്. ഇന്ന് ചെറുപ്പക്കാർ മരണപ്പെടുന്ന കാലമാണ്. 45ഉം 50ഉം വയസ്സാകുമ്പോ കുഴഞ്ഞ് വീട് മരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എത്രയോ യതീമുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഏതെങ്കിലും ഒരു യതീമായ കുട്ടിയുടെ തലയിൽ കൈവച്ച് തലോടിയാൽ നമ്മുടെ ഹൃദയം ലോലമാകാൻ അത് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു യതീമായ കുട്ടിയുടെ തലയിൽ ഒരാൾ കൈവച്ചു. ആ കുട്ടിയുടെ തലയിൽ എത്ര രോമങ്ങളുണ്ടോ, എത്ര രോമങ്ങളെ ഇവന്റെ കൈ തൊടുന്നുണ്ടോ, അത്രയും പാപങ്ങൾ അവന്റേത് പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറ്റൊരു കാര്യം, വഅത്ഇമിൽ മിസ്കീൻ, ഗതിയില്ലാത്ത, ചുറ്റടക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. ഈ 2 സൽക്കർമ്മങ്ങൾ ചെയ്താൽ കടുത്തുപോയ ഹൃദയത്തെ ലോലമാക്കാൻ നമുക്ക് കഴിയും. ലോലമായ ഹൃദയത്തിന്റെ ആളുകൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരാളമായി ഒലിപ്പിച്ചുകൊണ്ട് കരയും. അതുകൊണ്ട് സ്നേഹിതന്മാർ, നമ്മൾ കരയണം, പ്രാർത്ഥിക്കണം, തൗബ ചെയ്യണം. നിരന്തരം തെറ്റുകൾ നമ്മൾ ചെയ്തതാണ്. ആ പാപത്തിന്റെ കറകളെ കണ്ണീര് കൊണ്ട് കഴുകി വൃത്തിയാക്കി നല്ല ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇന്ന് രാവ് മുതൽ നമുക്ക് ആരാധനാ രംഗത്ത് മധുരമാണ്, സന്തോഷമാണ്, റാഹത്താണ്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയും. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനിയുള്ള രാവുകൾ പകലിനേക്കാൾ തിളക്കമാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. എന്താണ് ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് കൂടുതൽ അമലുകളൊന്നും ചെയ്യാൻ സമയമില്ല, ധൃതിയാണ്, തിരക്കാണ്, ബിസിയാണ്. എങ്കിൽ സഹോദരന്മാരെ, വീണ് കിട്ടുന്ന ഈ നല്ല സമയങ്ങളെ
ആരാധനകളെ കൊണ്ട് ധന്യമാക്കുക. പ്രത്യേകിച്ച് വൈകുന്നേര സമയം, മഗ്‌രിബിന്റെ സമയം, മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള സമയം വളരെ കുറഞ്ഞ സമയം, 1.5 മണിക്കൂറുണ്ട്. ഇത്രയും സമയം നാം ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയാൽ രാത്രി മുഴുവനും ഹയാത്താക്കിയ കൂലി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കൂടുതൽ നന്മ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നമ്മൾ. ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നമുക്ക് ഇന്നത്തെ രാവ്, നാളത്തെ രാവ്, അടുത്ത രാവ്, ഇൻഷാ അല്ലാഹ് പെരുന്നാൾ രാവ് വരെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കും. പൂർണ്ണമായും ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. പല രോഗങ്ങളും പ്രയാസങ്ങളും നമുക്ക്. പക്ഷേ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം, ബാങ്ക് കൊടുക്കുന്നത് കേട്ട് സമയമായി എന്ന് ഉറപ്പായാൽ, ടൈമായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്താണ്. ബാങ്ക് കേട്ട ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്തില്ല. ടൈമായി എന്ന് ഉറപ്പ് വന്നാലാണ്. ചെറിയൊരു കുട്ടിയുടെ ബാങ്കാണ് കേൾക്കുന്നത്. ആ ബാങ്ക് കേട്ടപ്പോൾ നമുക്ക് ടൈം ആയോ ആയില്ലേ സംശയമായി. ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോ അത് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയാണോ, ടൈം ആയിട്ട് ബാങ്ക് കൊടുക്കുന്ന പള്ളിയാണോ അല്ലേ സംശയമായി. നാം നോമ്പ് തുറന്നുകൂടാ. നോമ്പ് എപ്പോഴാണ് തുറക്കേണ്ടത്? ടൈമായി എന്ന് ഉറപ്പായാലാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് തുറന്ന് മഗ്‌രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മഗ്‌രിബ് ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ വെച്ച് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആത്മീയ രംഗത്ത് അല്പം കൂടി ഉയരണം, അല്ലാഹുവിലേക്ക് അടുക്കണം. മഗ്‌രിബിന്റെ ജമാഅത്തിന് വലിയ പുണ്യമാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കരുത്. ഇശാഇന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ സംസാരിക്കരുത്. 4 കാര്യങ്ങളാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ഫിക്റാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. പടച്ച റബ്ബേ, ഞാൻ മരണപ്പെടുമ്പോ എന്റെ അവസ്ഥ എന്താകും? നീ എന്നോട് കരുണ കാണിക്കുമോ? നിന്റെ അദാബിൽ ഞാൻ വീണുപോകുമോ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഫിക്ർ. രണ്ടാമതായി ദിക്ർ. പ്രധാനപ്പെട്ട ദിക്റുകൾ, നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലുക. മൂന്നാമത്തത് തിലാവത്ത്, പരിശുദ്ധ ഖുർആൻ ഓതുക. വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തിരഞ്ഞുപിടിച്ചോതുക. ഫാത്തിഹ, ആയത്തുൽ കുർസി, അതുപോലെ പിന്നീട് യാസീൻ, സൂറത്തുൽ ഫലക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ സൽസല, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് ഓതുക എന്നത് കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. ഖുർആൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഖത്മ് നിർവഹിക്കുമ്പോൾ ഒന്നുകിൽ രാവിലെ ഖത്മ് നിർവഹിക്കൽ നല്ലതാണ്, അല്ലെങ്കിൽ വൈകുന്നേര സമയത്തേക്ക് പിന്തിക്കൽ നല്ലതാണ്. ഖത്മ് നിർവഹിക്കുന്ന സമയത്ത് ചുറ്റുഭാഗത്തുള്ള 1-2 ആളുകളെ അടുത്തേക്ക് വിളിച്ച് അവരെ കേൾപ്പിച്ച് അവർ കേൾക്കും വിധം ഖത്മ് നിർവഹിക്കൽ നല്ലതാണ്. ഖത്മ് നിർവഹിച്ചാൽ ഉടനെ വലിയ പ്രാർത്ഥന നിർവഹിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകളെ പലരും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. എന്തിനു വേണ്ടി? ഖത്മുൽ ഖുർആൻ ദുആ നടത്താൻ വേണ്ടി. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം അത്തായ സമയത്താണ്. ഇനിയുള്ള അത്തായ സമയങ്ങളിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സുബഹിന്റെ ശേഷവും മഗ്‌രിബിന്റെ ശേഷവും ഖുർആൻ ഓതുന്നതിനേക്കാൾ ഏറ്റവും പ്രതിഫലമുള്ളത്, ഏറ്റവും പുണ്യമുള്ളത് അത്തായ സമയത്തുള്ള ഖുർആൻ പാരായണത്തിനാണ്. ആ കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഫിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ദിക്ർ, മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം, നാലാമത്തത് പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചങ്ങ് വാങ്ങുക. അതോടൊപ്പം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പ്രധാനമായി നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് സലാത്തുൽ അവ്വാബീൻ. അവ്വാബി നിസ്കാരം ഒരാൾ പതിവാക്കിയാൽ ലം യുക്തബു മിനൽ ഗാഫിലീൻ, അടുക്കും ചിട്ടയുമുള്ള ജീവിതം അയാൾക്കുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചില ആളുകളെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരടുക്കും ചിട്ടയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല.
അവിടെ വസ്ത്രം, അവിടെ മേശ, അവിടെ കാറ്, അവിടെ വീട്, അവിടെ ഓഫീസ് എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം. ഇത്തരം ആളുകൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ 2 റക്അത്ത് സലാത്തുൽ അവ്വാബീൻ പതിവാക്കിയാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അടുക്കും ചിട്ടയുമുള്ള നല്ല വ്യവസ്ഥാപിതമായ ജീവിതത്തിന്റെ ഉടമയായി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ 4 കാര്യങ്ങളാൽ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഒരാൾ ഹയാത്താക്കുകയാണെങ്കിൽ ഫകഅന്നമാ അഹിയൽ ലൈല കുല്ലാ, രാത്രി മുഴുവനും ഹയാത്താക്കിയ കൂലിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാനിന്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. ഇനിയുള്ള സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളായതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, കുളിക്കൽ സുന്നത്താണ്, നല്ല ഡ്രസ്സ് ധരിക്കൽ സുന്നത്താണ്. പകൽ സമയത്ത് ധരിച്ച ഡ്രസ്സ് വിയർപ്പിന്റെ ദുർഗന്ധമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ധരിക്കൽ സുന്നത്താണ്. കാരണം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മലായികത്ത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാവാണ്. നമ്മുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ ഈ രാവുകളിൽ നമ്മുടെ ഡ്രസ്സ് നല്ലതാകണം, നമ്മുടെ ഗന്ധം അത് സുഗന്ധമാകണം, നമ്മൾ അത്തർ ഉപയോഗിക്കുന്നവരാകണം, നല്ല ഡ്രസ്സ് ധരിക്കുന്നവരാകണം, കുളിക്കുന്നവരാകണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മിലുണ്ടാകണം. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് 20 റക്അത്ത് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് 3-ൽ വിത്ർ ചുരുക്കല്ല 13 നിസ്കരിക്കാത്ത ഒരു രാവ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. 11 റക്അത്ത് വിത്ർ നിസ്കാരം അത് നിർബന്ധമായ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇനി എന്താണ് ഇതൊക്കെ ചെയ്യുക? നമ്മൾ ഇത്രയും പ്രാധാന്യമുള്ള, ഇത്രയും പുണ്യമുള്ള ഈ ദിവസങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകുമ്പോ, പിശാചിന്റെ ശല്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോ 11 റക്അത്ത് തന്നെ വിത്ർ നിസ്കരിക്കണം. അത്താഴത്തിന് എഴുന്നേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഖുർആൻ ഓതണം. അത് കഴിഞ്ഞ് ഇശാ സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെയും സഹോദരന്മാരെ ഒരു കുറഞ്ഞ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെ 4 കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണെങ്കിൽ ഒരു ഉംറ നിർവഹിച്ച കൂലി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ ഉംറക്ക് പോകാൻ സാമ്പത്തികമായി നല്ല ചെലവാണ്, നല്ല തിരക്കാണ്, അവിടെ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടിൽ വെച്ച് പള്ളിയിൽ വെച്ച് ഉംറയുടെ പ്രതിഫലം വാരിക്കൂട്ടാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചതിന് ശേഷം സംസാരങ്ങളിൽ ഏർപ്പെടാതെ ദിക്ർ, ഫിക്ർ, ഖുർആനോത്ത്, അതുപോലെ പ്രാർത്ഥന, ഈ 4 കാര്യങ്ങളിലായി നമ്മൾ ഈ സമയത്തെ ചെലവഴിച്ചാൽ അസാലിമാം പറഞ്ഞു, ആ സമയം ചില ആളുകൾക്ക് ഉറക്ക് വരുന്നവരെ എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിന്നിട്ട് ഖിബ്ലയിൽ നിന്ന് തെറ്റാതെ മുന്നോട്ടും പിറകോട്ടും നടക്കുക. എന്നിട്ടെങ്കിലും ആ സമയത്തെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് പ്രത്യേകമായ ഉംറയുടെ പ്രതിഫലമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ രാവിലും എല്ലാ പകലിലും ഒരു ചെറിയ സംഭാവന ആർക്കെങ്കിലും ഒന്ന് നൽകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന 10 ഇതുക്കും മിനന്നാർ, നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന 10 ഈ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖിന്നാറ വലൗ ബിശിക്കി തംബിൻ, ഒരു കാരക്കയുടെ ചേന്ത് അത് കൊടുത്തിട്ടെങ്കിലും ആയിഷ നരകത്തുനിന്ന് നീ രക്ഷപ്പെടണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കടുപ്പമേറിയതാണ് നരകം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ മക്കളെ കാക്കട്ടെ, നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സംരക്ഷിക്കട്ടെ, മാതാപിതാക്കളെയും കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കഴിയില്ല സഹോദരന്മാരെ, നരകം. നാളെ മഹ്ശറിലേക്ക് നരകത്തെ കൊണ്ടുവരുന്ന രംഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. ഒരു ചങ്ങലയിൽ 70,000 കണ്ണികളാണ്, ഒരു കണ്ണിയിൽ 70,000 മലക്കുകളാണ്. ഒരു മലക്കിന്റെ ശക്തി
തൂരി സീനാ പർവ്വതത്തെ അപ്പാട് എടുത്തു ഉയർത്താൻ കഴിവുള്ള മലക്കാണ്. അങ്ങനെ മല്ലന്മാരായ ശക്തന്മാരായ 70,000 മലക്കുകൾ ഒരേ ഒരു കണ്ണിയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ 70,000 കണ്ണികളുള്ള 70,000 ചങ്ങലയിൽ ബന്ധിച്ച നരകം, ആ നരകത്തെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ പാപികളായ ദോഷികളായ കുഫാറുകളായ തന്റെ ആളുകളെ ഒരു ഭാഗത്ത് നരകം ഇങ്ങ് കാണുകയാണ്. ആ സമയത്താണ് നരകം അവരിലേക്കൊന്ന് എടുത്തു ചാടുന്നത്. ആ സമയത്ത് ഈ നരകത്തെ ബന്ധിപ്പിച്ച് നരകത്തെ പിടിച്ചു നിൽക്കുന്ന ആ മലായികത്തിന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ കുതറി മാറിയതുപോലെ പെട്ടെന്ന് ആ മലക്കൾ നിയന്ത്രണ വിധേയമാക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതാണ് നരകം. സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോ ചൂടാണ്, പ്രയാസമാണ്. നമുക്ക് പെട്ടെന്ന് കാറിലെത്തണം, പെട്ടെന്ന് റൂമിലെത്തണം, പെട്ടെന്ന് വീട്ടിലെത്തണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, രോമക്കുത്തുകളിലേക്ക് തുളച്ച് കയറുന്ന ചൂടാണ് നരകത്തിന്റെ ചൂട്. ചൂടുള്ള മേഖലയിൽ നമ്മൾ ഫാൻ കറങ്ങണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നരകത്തിൽ വെച്ച് ഒരാൾക്ക് കാറ്റ് കിട്ടുമ്പോ ആ കാറ്റിന്റെ സ്വഭാവം ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. രോമത്തിന്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന കാറ്റാണ്. സുബ്ഹാനല്ലാഹ്, തീജ്വാലകൾ, തീപ്പൊരികളാണ് അവിടെ തണലുകളായി കിട്ടുന്നത്. അവിടുത്തെ വെള്ളം അത് ഹമീമാണ്, ചീഞ്ചലമാണ്. മനുഷ്യ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഉരുകി ഒഴിക്കുന്ന ചീഞ്ചലമാണ് അവിടെ വെള്ളമായി കിട്ടുന്നത്. വെള്ളം 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 എന്ന് പറഞ്ഞ് നരകക്കാർ കുറെ കാലം കരയുമ്പോ 70,000 കൊല്ലം കഴിയുമ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വെള്ളത്തിനാണ് കരയുന്നത് എന്ന് പറയുമ്പോ പിന്നെ 70,000 കൊല്ലം കഴിയുമ്പോ ഒരു ഗ്ലാസ്സിൽ അവർക്ക് വെള്ളം കിട്ടുകയാണ്. ഇരുമ്പിന്റെ പാത്രത്തിലാണ് വെള്ളം കിട്ടുന്നത്. ആ ഇരുമ്പിന്റെ പാത്രം ചുണ്ടോട് അടുപ്പിക്കുമ്പോ ചുണ്ട് ഉരുകിപ്പോവുകയാണ്. ആ വെള്ളം കുടിക്കുമ്പോ നാവ് ഉരുകിപ്പോവുകയാണ്. പിന്നെ നരകക്കാട് പ്രാർത്ഥന, വേണ്ട വെള്ളം വേണ്ട, വെള്ളം വേണ്ട എന്നാണ് നരകക്കാർ പിന്നീട് കരയുന്നത്. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, പറ്റൂല, ഈ വെള്ളം കുടിച്ചിട്ടേ മതിയാവൂ. ഫശാരിബൂന ശുർബൽ ഹീം, പോത്ത് വെള്ളം കുടിക്കുന്നത് പോലെ, പശു വെള്ളം കുടിക്കുന്നത് പോലെ ഈ വെള്ളം നിങ്ങളെ ഞാൻ കുടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചീഞ്ചലം വേണ്ട 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 എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നരകക്കാരെ ഈ വെള്ളം കുടിപ്പിക്കുകയാണ്. കഴിയില്ല സഹോദരന്മാരെ, ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും, ഒരു മൈക്രോ 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 സെക്കൻഡ് പോലും നരകത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 റക്അത്ത് നിസ്കാരം പോലും നമ്മുടെ കയ്യിലില്ല. ദുനിയാവ് ആലോചിക്കാത്ത, ദുനിയാവ് ചിന്തിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന 2 റക്അത്ത് നിസ്കാരം പോലും നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് കരയാതിരിക്കുന്നത്? കരയുന്നവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, സ്വർഗത്തിലെത്താം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരയണം. അതോടൊപ്പം എന്തെങ്കിലും ഒരു സംഖ്യ, അത് ലേശം വലിയ സംഖ്യമാകട്ടെ, ഒരു 5,000 രൂപയെടുത്ത്, അല്ലെങ്കിൽ ഒരു 1,000 രൂപയെടുത്ത്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ, കഴിവിന്റെ അവനവനെ കൊണ്ട് കഴിയുന്ന സംഖ്യ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവപ്പെട്ട സാധുവായ ഒരാൾക്ക് നമ്മൾ സദഖ ചെയ്യുന്നു. അതാരോടും പറയണ്ട, അതാരും അറിയണ്ട. എന്തിനാണ് ഈ സദഖ? പടച്ചവനെ, ഇയാൾ എനിക്ക് വേണ്ടി ദ്വാരക്കാനല്ല, അയാൾ എന്നെ കാണുമ്പോ ചിരിക്കാനല്ല, മറ്റുള്ളവർ ഞാൻ സംഭാവന ചെയ്യുന്നവനാണെന്ന് പറയാനല്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ സദഖ കൊടുക്കുന്നത്? അത് എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടി എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇന്നത്തെ രാവ് മുതൽ 30ാമത്തെ രാവിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു പകല്, ഏതെങ്കിലും ഒരു രാവ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സദഖ ചെയ്യുക. എന്തിനാണ് സദഖ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിലെത്താനാണ്. ഈ ഒരു നിയ്യത്തോടു കൂടി സദഖ ചെയ്യണം. അതേ നിയ്യത്തിൽ കരയണം, അതേ നിയ്യത്തിൽ പ്രാർത്ഥിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇനിയുള്ള സമയം ഖത്മുൽ ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കണം. പള്ളിയിൽ തന്നെ ഇരിക്കണം. അവസാനത്തെ 10 ആയാൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളി വിട്ടു പോകാറില്ല.
മദീനയിലെ ഭരണാധികാരിയാണ്, മലക്കുകളുടെ നേതാവാണ്, മനുഷ്യന്മാരുടെ നേതാവാണ്, പ്രവാചകന്മാരുടെ ലീഡറാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറില്ല. നമ്മളൊക്കെ തിരക്ക് പറയും. എത്ര ആളുകളാണ് ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയതിനു ശേഷം ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരുന്ന, ഈ പള്ളി ഹയാത്താക്കാൻ വന്നിരുന്ന എത്ര ആളുകൾ ഖബറിലേക്ക് മാറി. പഠിച്ചവരെ, ഞങ്ങൾക്ക് പരിചയമുള്ള പലരുമുണ്ട്. അവിടെ ഖബറിനെ സന്തോഷമാക്കണേ റഹ്മാനെ, സ്വർഗീയ സൗകര്യങ്ങൾ ഒരുക്കണേ റഹ്മാനെ, അദാബ് നൽകല്ല റബ്ബേ. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവരെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആ ഖബറിലേക്ക് നമ്മൾ മാറും എന്ന ബോധം നമുക്കുണ്ടായി കരഞ്ഞ് പടച്ച റബ്ബിനോട് സ്വർഗം ചോദിച്ചു വാങ്ങാം. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഹറാമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വന്നുപോയെങ്കിൽ, രണ്ട് തിന്മകൾ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹറാമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വന്നുപോയെങ്കിൽ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നന്നാകൂല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരടിമ അല്ലാഹ് 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 എന്ന് അവൻ കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷേ മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മൽബസുഹു ഹറാം, അവന്റെ ഡ്രസ്സ് ഹറാമാണ്. മസ്കനുഹു ഹറാം, അവനുണ്ടാക്കിയ വീട് ഹറാമിന്റെ പണം കൊണ്ടാണ്. അന്നാ യുസ്തജാബു ലാ, എവിടെ നിന്ന് ഉത്തരം കിട്ടാണ്? വാപ്പയും മകനും ഭാര്യയും മകളും എല്ലാവരും ഒന്നിച്ച് ഹജ്ജിന് പോയതാണ്, അല്ലെങ്കിൽ ഉംറക്ക് പോയതാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ആ കരയുന്നവനെ കുറിച്ചാണ് പറയുന്നത്. അവനുണ്ടാക്കിയ പണം റെഡിയില്ല, ഗൾഫിൽ പോയി അറബിയെ യതീംഖാനയിലാക്കിയിട്ട് വലിവിന്റെ സൂക്കേടുണ്ടായപ്പോ അങ്ങനെ മുതലാളിയായതാണ്. അവന്റെ പൈസ റെഡിയില്ല. അവന്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ടായിരുന്നു. അത് പലിശക്ക് കൊടുത്ത്, റിബക്ക് കൊടുത്ത് പലിശ വാങ്ങിയിട്ടാണ് അവൻ ഈ പണം ഉണ്ടാക്കിയത്. ആ പണം കൊണ്ടാണ് അവൻ ഗൾഫിൽ ഉംറക്ക് പോയത്. ഈ പൈസ കൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല, അവൻ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അന്നാ യുസ്തജാബുല, എവിടെ ഉത്തരം കിട്ടാനാണ്? അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല. ആരുടേതെങ്കിലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഹറാമായ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയിൽ രാത്രി കാലത്ത് കുടുങ്ങിപ്പോയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ഏതാണ് ആ സമയം? ബഹുമാനപ്പെട്ടവർ മഗ്രിബ് നിസ്കാരത്തിന് അവിടെ തന്നെ നിന്നു. അപ്പോഴേക്ക് പള്ളിയുടെ ആളുകൾ പള്ളി അടച്ചു. രാത്രി കാലത്ത് മലായികത്ത് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഒരു മലക്ക് ചോദിക്കുകയാണ്, ഈ പള്ളിയിൽ ഏതോ ഒരു മനുഷ്യന്റെ ഗന്ധമുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു മലക്ക് പറഞ്ഞു, അത് സാഹിദീങ്ങളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മണമാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ലക്ഷക്കണക്കിന് ഇബാദത്തുകൾ അദ്ദേഹത്തിൻ്റെതായി വാനലോകത്തേക്ക് ഉയർത്തപ്പെടാറുണ്ടല്ലോ. അപ്പോഴാണ് ഒരു മലക്ക് പറയുന്നത്, 2 വർഷമായി ഇബ്രാഹിം അദ്ഹമിന്റെ ഒരു ആരാധനയും മുകളിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. എന്താണ് കാരണം? ലിതംറതൈൻ, 2 ചുളക്കാരൊക്കെ കാരണമായി. ഇബ്രാഹിം അദ്ഹമിന് ബോധ്യപ്പെട്ടു. നേരം പുലർന്ന് വാതിൽ തുറന്നപ്പോ മഹാനവറുകൾ പള്ളിയിൽ നിന്നിറങ്ങി. വളരെ ദൂരം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് 1400 കിലോമീറ്ററാണ്. അത്രയും ദൂരം മഹാനവറുകൾ സഞ്ചരിച്ചു. ഹജ്ജിന് പോയ സമയത്ത് ഒരു കടയിൽ നിന്ന് കുറച്ച് കാരക്ക വാങ്ങിയിരുന്നു. കാരക്ക വാങ്ങി തിരിച്ചു പോരുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ തന്റെ കാലിന്റെ ചുവട്ടിൽ 2 ചുള കാരക്ക കണ്ടു. അത് തനിക്ക് തൂക്കി തന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ 2 ചുള കാരക്ക എടുത്ത് തന്റെ സഞ്ചിയിലിട്ടിരുന്നു. ആ കാരക്ക കാരണമായിട്ടാണ് 2 കൊല്ലമായി എന്റെ ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ടവർ ആ കാരക്ക കച്ചവടക്കാരനെ അന്വേഷിച്ചു പോവുകയാണ്. അന്വേഷിച്ച് ആ കടയിലെത്തിയപ്പോ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള ആളാണ്, ഇപ്പോൾ അവിടെയുള്ളത് ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ആള് മാറിപ്പോയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉപ്പയായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്, ഉപ്പ മരണപ്പെട്ടു പോയി.
ഇനി ഞാനാണ് കച്ചവടം ചെയ്യുന്നത്. ആ സമയത്ത് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ കച്ചവടം ചെയ്യുന്ന സമയത്ത് 2 ചുള കാരക്ക എന്റേതല്ലാത്തത് ഈ കടയിൽ നിന്ന് എന്റെ വിഹിതത്തിലേക്ക് എന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ്. ആ തന്റെ ഇടമുള്ള മകൻ പറഞ്ഞു, എന്റെ വിഹിതം ഞാൻ പൊരുത്തപ്പെട്ടു. ഉപ്പയുടെ കാരക്ക ഉപ്പ മരിച്ചതിന് ശേഷം അത് ഞങ്ങളുടേതായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ അനന്തരാവകാശികൾ. ഞാനും എന്റെ ഒരു പെങ്ങളും എന്റെ ഉമ്മയുമാണ്. അതുകൊണ്ട് 2 ചുളയുടെ എന്റെ വിഹിതം ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഉമ്മയുടേതും എന്റെ പെങ്ങളുടേതും ഉണ്ടല്ലോ, അത് അവരുടെ ചാരത്ത് പോകണം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവരെ അന്വേഷിച്ചു പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് ആ കാരക്കയുടെ വിഹിതം അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു. വീണ്ടും മസ്ജിദുൽ അഖ്സയിലെത്തുകയാണ്. രാത്രി ബഹുമാനപ്പെട്ടവർ അവിടെ തങ്ങുകയാണ്. മലായികത്ത് ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്. മലക്കുകൾ പറഞ്ഞു, പ്രശ്നം തീർന്നു. ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ ആരാധനകൾ യഥാ ആകാശത്തേക്ക് ഉയർത്തപ്പെടാനായിട്ടുണ്ട്. ജേട്ടനും അനുജനും ഉപ്പയുടെ സ്വത്ത് ഓഹരി ചെയ്തപ്പോ ജേട്ടന് അർഹതപ്പെട്ടത് അളവുകാരനെ സ്വാധീനിച്ച് അനുജൻ തന്റേതാക്കി മാറ്റിയാൽ ഇവന്റെ ശക്തമായ ഇടപെടൽ കാരണം, വാശി കാരണം അവൾക്ക് അവകാശപ്പെട്ടത് ഇവൻ എടുത്തുപോയാൽ പടച്ചറപ്പിന്റെ അടുക്കൽ നമ്മുടെ ആരാധന സ്വീകരിക്കൂല. റിബക്ക് വേണ്ടി വാങ്ങിയാൽ, അന്യായമായി വാങ്ങിയാൽ, ഒരു സാധനം ഒരാളോട് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ സഹോദരന്മാരെ, പിന്നെ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, പള്ളിയിൽ ഇത്തികാഫിരുന്നിട്ട് കാര്യമില്ല, പൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബി. അല്ലാഹു തആല ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കോശം ഉണ്ടാവുകയാണെങ്കിൽ ആ ശരീരം നരകത്തോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മളുടേതല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പെട്ടുപോയെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അതോടൊപ്പം തന്നെ അദബുകേട് നമ്മളിൽ ഉണ്ടാകരുത്. ആത്മീയമായി നമുക്ക് ഉയരാൻ കഴിയാത്ത ഒരു കാര്യമാണ് സൂല്ലത്. പാപ്പയെ ബഹുമാനിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, പള്ളിയെ ആദരിക്കണം, മുസ്അഫിനെ ആദരിക്കണം, ആദരിക്കേണ്ട മുഴുവൻ വസ്തുക്കളെയും ആദരിക്കണം. അദബുകേട് വന്നുപോയാൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല, ഒരിക്കലും സലാമത്താകൂല. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാത്തവൻ ഒരു കാലത്തും രക്ഷപ്പെടൂല. ഉസ്താദുമാരെ ബഹുമാനിക്കാൻ ഉഷാറാണ്, സയ്യിദുമാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ആവേശമാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷെ സ്വന്തം വാപ്പയെ ഇവൻ ആദരിക്കൂല, ഉമ്മയെ ബഹുമാനിക്കൂല. അത് വലിയ അപകടമാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരാള് അയാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്താൽ മതി. ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്താൽ സാമ്പത്തികമായ തെറ്റുണ്ടാവൂല, പ്രയാസം ഉണ്ടാവൂല എന്നാ. അതേ സമയത്ത് മാതാപിതാക്കൾ വെറുപ്പിച്ചാലോ? വെറുപ്പിക്കണ്ട. വാപ്പയും മകനും ഒരു വഴിക്ക് നടന്നു പോകുമ്പോ ഉപ്പാന്റെ മുന്നിൽ അതവില്ലാതെ മകൻ നടന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് ആ മകൻ ബുദ്ധിമുട്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വാപ്പയും മോനും പോവുകയാണ്, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വാപ്പനെ മുന്നിൽ നിർത്താൻ വാപ്പക്ക് മോട്ടോർ സൈക്കിൾ അറിയണം. അറിയാത്ത വാപ്പനെ മുന്നിൽ നിർത്തിയാൽ പിന്നെ വാപ്പയും മോനും രണ്ടാളും തകരാറില്ല. അതേ സമയത്ത് വാപ്പയും മകനും ഒന്നിച്ച് നടക്കുമ്പോ മകൻ എത്ര വിദ്യാഭ്യാസമുള്ള മോനാണെങ്കിലും വാപ്പ മുന്നിൽ നടക്കണം, മകൻ പിന്നിലാണ് നടക്കേണ്ടത്. അല്ലാതെ ഒരു തവണ നടന്നു പോയാൽ പോലും അയാൾ പ്രയാസപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഉമ്മന്റെ വാപ്പന്റെ പൊരുത്തം കിട്ടാത്തവൻ രക്ഷപ്പെടൂല. പക്ഷേ വാപ്പ മരിച്ചുപോയി, ആ ഉപ്പനെ വേണ്ടതുപോലെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് അത്രയൊന്നും ബുദ്ധിയില്ലാത്ത സമയത്താണ് വാപ്പ മരണപ്പെട്ടത്. ഉമ്മ മരിച്ചുപോയി, ഉമ്മനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. വേണമെങ്കിൽ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മയുമായി മക്കയിൽ പോയി കഅബാലയത്തിന്റെ മുന്നിൽ ഉമ്മനെ കൊണ്ടുപോയാൽ
എന്റെ മോനുണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എത്തിയത്, എന്റെ മോനെ നീ പുറത്തു കൊടുക്കണേ എന്ന് ആ ഉമ്മ പറയുമായിരുന്നു. പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയി, വാപ്പ മരിച്ചുപോയി. വാപ്പയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇത്തരം ഒരവസ്ഥയിലാണെങ്കിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ചാരത്ത് ഒരാൾ സിയാറത്തിന് പോയിട്ട് അവിടെ വെച്ച് യാസീൻ ഓതിയിട്ട് വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കളെ പരിഗണിച്ചവനായി അവൻ രേഖപ്പെടുത്തപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മന്റെ വാപ്പന്റെ അടുത്ത് പോയിട്ട് യാസീൻ ഓതിയിട്ട് കരഞ്ഞ് ദുആ ഉള്ളാൾ ദർഗയിൽ പോയാൽ നമ്മൾ യാസീൻ ഓതും, ഉമ്മന്റെ അടുത്ത് പോയാൽ യാസീൻ ഓതാൻ ടൈമില്ല. ആരാണ് സഹോദരന്മാരെ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി യാസീൻ ഓതാൻ? നമ്മളല്ലാതെ. ആ ഉപ്പ അവിടെ കിടക്കുകയാണ്, ഉമ്മ അവിടെ കിടക്കുകയാണ്, എന്റെ അടുത്തേക്ക് മാത്രം ആളുകൾ വരുന്നില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഉമ്മ കിടക്കുന്നത്. അപ്പോഴാണ് പണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ വെറുപ്പിച്ച തന്റെ പ്രിയപ്പെട്ട മകൻ അവിടെ വരുന്നു. ഉമ്മന്റെ കാൽക്കൽ അവിടെ ഇരുന്നിട്ട് യാസീൻ ഓതുകയാണ്. യാസീന്റെ സന്തോഷങ്ങൾ ഖബറിലേക്കതാ ധാരാളമായി വരുന്നു. എന്നിട്ട് ആ മകൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഉമ്മന്റെ പൊരുത്തം അവന് കിട്ടുകയാണ്, വാപ്പാന്റെ പൊരുത്തം അവന് കിട്ടുകയാണ്. ഇതിനാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാത്തവൻ, ഹറാമായ ഭക്ഷണം കഴിച്ചവൻ, അദബുകേട് ജീവിതത്തിൽ വരുത്തി വെക്കുന്നവൻ, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആക്കുക. എന്നിട്ട് തൗബ ചെയ്യുക. തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് നന്നായി ഇബാദത്തിൽ അങ്ങോട്ട് സജീവമാകുക. കഴിവിന്റെ പരമാവധി ഇനിയുള്ള സമയങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കും. ഒരല്പസമയം നമുക്ക് ദുആ ചെയ്യാം. എന്തിനാണ് ദുആ? പാപം പൊറുക്കാനാണ്, തെറ്റുകൾ പൊറുക്കാനാണ്. ഏത് തെറ്റുകൾ നമ്മൾ നിസ്സാരമായി തള്ളിയ തെറ്റ് ഒരുപക്ഷെ വലിയ തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമായി കിടക്കുന്ന ബഹുമാനപ്പെട്ട സഅലബത്ത് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചാരത്ത് പോയി സഅലബത്തിന്റെ തലയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ചപ്പോ സഅലബത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മടിയിൽ നിന്ന് മാറിക്കിടന്നു. ലിമ അദൽത റഅസക, എന്തേ നിന്റെ തലയെ അങ്ങോട്ട് മാറ്റിയത്? അപ്പോഴാണ് സഅലബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നഹു ലമലആനും മിനദ്ദുനൂബ്, പാപങ്ങളാൽ നിറഞ്ഞ ഒരു തലയാണ്. ഒരു നബിയുടെ മടിയിൽ ഇത് വെക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ മടിയിൽ ഞാൻ തലവെക്കാത്തത്. ആരാണ് സഅലബത്ത്? പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വഴിയിൽ വെച്ചൊരു ശബ്ദം കേട്ടപ്പോ ആ ശബ്ദത്തിന്റെ പിന്നാലെ പോയി നോക്കുമ്പോ ഒരു കുളിപ്പുരയാണ്, ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും പെണ്ണിനെ കാണാൻ വേണ്ടി കുളിക്കടവിലേക്ക് പോയ ആളല്ല, മോശപ്പെട്ട ചിത്രം കണ്ടു നിൽക്കുന്ന ആളല്ല, അവിചാരിതമായ ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടുപോയതാണ്. ആ സഅലബത്താണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ മടിയിൽ ഞാൻ കിടക്കൂല. കാരണം എന്റെ തല മുഴുവനും തെറ്റാണ്, പാപങ്ങൾ നിറഞ്ഞതാണ്, രക്ഷപ്പെടാൻ പറ്റാത്തവനാണ്. ഹബീബായ തങ്ങളുടെ മടിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. സഅലബ കരയണ്ട. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന മോനെ നിർവഹിച്ചാൽ നിന്റെ പാപം എത്ര വലിയതാണെങ്കിലും അല്ലാഹു തആല പുറത്തു തരുമെന്ന് പറയുമ്പോ പടച്ച റബ്ബേ, ബഹുമാനപ്പെട്ട സഅലബത്തിന്റെ മറുപടി, ഞാൻ ചെയ്തു പോയ തെറ്റ് വലിയതാണ്, വലിയ പാപമാണ് ചെയ്തു പോയത്. ലംബി അലമു മിൻദാക യാ റസൂലല്ലാഹ്, അതിനേക്കാളൊക്കെ വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തു പോയത്. എത്ര വലിയ തെറ്റാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞ് സഅലബത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. സഅലബത്തെ കൈഫ തജിദു നഫ്സക, ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? സഅലബത്ത് പറയുന്നു, എന്റെ മാംസത്തിന്റെയും എന്റെ ശരീരം മാംസത്തിന്റെയും എല്ലിന്റെയും ഇടയിൽ നിന്ന് ഉറുമ്പരിക്കും പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് സക്കറാത്തിന്റെ തുടക്കമാണ് സഅലബ. ചിരിക്കൂ സഅലബ, അല്ലാഹ് നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട്. അപ്പോഴാണ് സഅലബത്തിന് സമാധാനമുണ്ടായത്. നമ്മൾ എത്ര തെറ്റ് ചെയ്തു പോയവരാണ്, പാപങ്ങൾ എത്രമാത്രം
സംഭവിച്ചവരാണ്. അതുകൊണ്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹു ഈ മഗ്ഫിറത്തിന്റെ 10 തീരുമ്പോ പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇനി വാള് പറയുകയല്ല, ഞാൻ എന്നോടും എൻ്റെ കൂട്ടുകാരോടും പറയുന്നു, തെറ്റുകൾ നിരന്തരം ചെയ്തിട്ടുണ്ട്, നിരന്തരം പാപം ചെയ്തവരാണ്. നമ്മുടെ ചുമലിൽ ബഹുമാനപ്പെട്ട മലക്കുകൾ അതാ നമ്മുടെ പാപങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കരഞ്ഞാൽ, ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ, ഇവിടുന്ന് നന്നായാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ പാപത്തിന്റെ ഏടുകളിൽ ഒരു എഴുത്തും ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ നല്ലവരായി കിട്ടും. അതിനു വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മളൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പാപം പൊറുക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നത്തെ പകല് അല്ലാഹ് പാപം പൊറുക്കുമ്പോ സാധുക്കളായ നമ്മളുടെ പേരും പാപം പൊറുത്ത ആളുകളുടെ ലിസ്റ്റിൽ അല്ലാഹ് പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ഇഖ്ലാസോടെ, വളരെ ആത്മാർത്ഥതയോടെ ഒരല്പസമയം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. അല്ലാഹു തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ ഖൈറുകളും അല്ലാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാ ശർറിൽ നിന്നും അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു ദിക്ർ ചൊല്ലുക എന്നുള്ള ലാഘവത്തിലല്ല. പടച്ചോനെ, ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഇത് പൊറുത്താൽ ഞാൻ രക്ഷപ്പെടൂ, അതുകൊണ്ട് നീ അത് പുറത്തു തരണം. വളരെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് യാചിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, 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 അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പല സംഭാവനകൾ പിരിവിലുണ്ടാവും. പള്ളിയുടെ ഖാദിമീങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാവന പിരിവുന്നുണ്ട് എന്ന് കേട്ടു. അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മനസ്സിൽ കരുത്. എൻ്റെ പാവങ്ങളൊക്കെ പുറത്തിട്ട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സിൽ കരുത്. അല്ലാഹു തആല ആ നിയ്യത്ത് പ്രകാരം സംഭാവനകൾ നൽകാൻ അല്ലാഹു മരണം വരെ നമുക്ക് തൗഫീഖ് നൽകുമാർ. ഒരല്പസമയം അല്ലാഹു എന്ന ദിക്ർ ചൊല്ലുക. അല്ലാഹുലങ്ങ് ലയിക്കട്ടെ. പരിസരമൊക്കെ മറക്കുക, അല്ലാഹുലേക്ക് അങ്ങോട്ട് മടങ്ങുക. അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞ് അല്ലാഹുലങ്ങ് ലയിക്കുമ്പോ നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം, എന്തൊരു സ്നേഹമാണ് റബ്ബിന് അവന്റെ അടിമകളോട്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് അല്ലാഹു തആലാക്ക് തന്റെ അടിമകളോടുള്ളത്. അതുകൊണ്ട് ഒരല്പസമയം അല്ലാഹു അല്ലാഹു എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് മാത്രം ഓർക്കുക, വേറെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് 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 അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل رسولك سيدنا محمد. اللهم صل على الذات المحمدية اللطيفة الأحدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال
وكتب فلك الجمال اللهم بسره لديك وبسيره إليك آمن خوفنا وأقل أثرتنا وأذهب حزننا وهرسنا وكلنا وخذنا إليك منا واكشف لنا عن كل سر مكتوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ودود يا ودود يا ودود സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ജുമാ നിസ്കാരത്തിൽ സംബന്ധിച്ചു നിന്റെ പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചു, ദിക്ർ ചൊല്ലി നിന്റെ ദീനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഈ സമയത്ത് വളരെ വിനയാന്വിതരായി പാപികളായ ഞങ്ങൾ യാതൊരു ഗതിയുമില്ലാതെ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ തട്ടിക്കളയല്ല റബ്ബേ. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വാല് പറയുന്നവരാണ്, വാല് കേൾക്കുന്നവരാണ്, പള്ളി കമ്മിറ്റിയുടെ ആളുകളാണ്, അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ, അതുപോലെ വിവിധ സ്ഥാനങ്ങളിലുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ പാപം നീ പൊറുക്കണേ റഹ്മാനെ, തെറ്റുകൾ മാപ്പാക്കണേ റഹ്മാനെ. ഇന്നത്തെ ദിവസം ആയിരക്കണക്കിന് ആളുകളെ നീ മഗ്ഫിറത്ത് നൽകി ആദരിക്കുമ്പോ പാപികളായ സാധുക്കളായ ഞങ്ങളെയും ആ ഗണത്തിൽ പെടുത്തി തരണേ റഹ്മാനെ. മനസ്സിന്റെ ദുർബല നിമിഷങ്ങളിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതാണ്. എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്നെ മറികടക്കാൻ കഴിയുമെന്ന ആലോചനയിലല്ല ഞങ്ങൾ പാപം ചെയ്തത്. അല്ലാതെ മറ്റൊരു റബ്ബുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിശാച് പിടിച്ചു വലിച്ചപ്പോ ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളാ. പൊറുക്കണയല്ല, 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 അഫ്വ് ചെയ്യണയല്ല, മാപ്പാക്കണയല്ല, മാപ്പാക്കണയല്ല. എന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല. എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് നീ എളുപ്പാക്കണയല്ല. പാപത്തിന്റെ കറകൾ നീ ഒന്ന് കഴുകി വൃത്തിയാക്കി സാധുക്കളായ ഞങ്ങളെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. സലാമത്താക്കണേ റഹ്മാൻ. ഇതാരെയും ബോധിപ്പിക്കാനുള്ള പ്രാർത്ഥനയല്ല. അടിമകളായ സാധുക്കളായ ഞങ്ങൾ ഉടമയായ നിന്റെ മുന്നിൽ ഉയർത്തിയ ഈ കൈകൾ നീ തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങളുടെ പാപം പൊറുക്കല്ല, പാപം പൊറുക്കല്ല. ഞങ്ങൾക്ക് ദ്വാർക്കാൻ അറിയില്ല, തൗബ ചെയ്യാൻ അറിയില്ല, തരാൻ കഴിവുള്ള റബ്ബേ ഞങ്ങളുടെ പാപം പൊറുക്കണയല്ല, പാപം പൊറുക്കണയല്ല. പഠിച്ചോനെ, ചില ആളുകളൊക്കെ ഇഖ്ലാസോടെ ആമീൻ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഇഖ്ലാസും കിട്ടുന്നില്ല. ആ സാധുക്കളെ കൂടി ഈ ദുആഇന്റെ ഇജാബത്തിൽ പെടുത്തണം റഹ്മാനെ. മുഴുവൻ ആളുകൾക്കും നീ പാപം പൊറുക്കണയല്ല. ഈ പള്ളിയിൽ വെച്ച്, ഈ പള്ളിയുടെ പരിസരങ്ങളിൽ വെച്ച് ആരൊക്കെ ഈ ദുആക്ക് ആമീൻ പറയുന്നുണ്ടോ, ഞങ്ങൾ ആരൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടോ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകല്ല, ഞങ്ങളുടെ ഭാര്യമാർക്ക് മഗ്ഫിറത്ത് നൽകല്ല, ഞങ്ങളുടെ മക്കൾക്ക് മഗ്ഫിറത്ത് നൽകല്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ല, പാപം പൊറുക്കണേ അല്ല. പടച്ചവനെ, നരകം സഹിക്കാൻ കഴിയില്ല. നരകത്തിന് പറ്റിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അല്ലാ, സ്വർഗത്തിന് പറ്റിയ രൂപത്തിൽ ഒരു 2 റക്അത്ത് നിസ്കാരം പോലും കാലം വരെ വേണ്ടതുപോലെ ശർത്തൊപ്പിച്ച് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തീജ്വാലകൾ ആളിക്കത്തുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല, രക്ഷപ്പെടുത്തല്ല, രക്ഷപ്പെടുത്തല്ല. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണയല്ല. ഒരുപാട് നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഇനിയുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. സാധുക്കളെ സഹായിക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണീർപ്പാൻ, വിഷമിക്കുന്നവരെ കൈപിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണയല്ല, ശിഫ നൽകണയല്ല. പഠിച്ചവനെ, ഡയാലിസ് ചെയ്യേണ്ട ഒരവസ്ഥ തരില്ല അല്ല, കിടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല അല്ല. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണയല്ല, റാഹത്ത് നൽകണയല്ല. എന്നും മരുന്നിന് അഡിക്റ്റാകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ല. ആശുപത്രിയിൽ എപ്പോഴും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ല. നീ റാഹത്ത് നൽകണേ അല്ല. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ല, ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ല, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങളുടെ ജീവിതോപാധികളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങളിൽ ആർക്കും തരല്ല അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ല.
കടങ്ങൾ വീട്ടണേ അല്ല, സകല കടങ്ങളും വീട്ടണേ അല്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഹക്കുകളൊക്കെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ല. നിസ്കാരത്തിൽ ഖുശൂ തരണേ അല്ല, ദിക്ർ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ല, ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരിൽ പെടുത്തണേ അല്ല. ഹബീബായ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണാനുള്ള ഭാഗ്യവും യോഗ്യതയും ഞങ്ങൾക്ക് തരണേ അല്ല. ഞങ്ങളെ സ്വീകരിക്കണേ അല്ല. എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ അല്ല. എല്ലാ സിഹറുകളും ബാത്തിലാക്കണേ അല്ല, അയിന് ബാത്തിലാക്കണേ അല്ല. ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് ഉപകാരം തരണേ അല്ല. മക്കളെ കൊണ്ട് സങ്കടം തരല്ല അല്ല. ഞങ്ങളെ ഭാര്യമാർക്ക് നീ റാഹത്ത് നൽകണേ അല്ല. ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ല. മരിച്ചവിടെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ല. എത്ര കാലമാണോ ഞങ്ങൾക്ക് നീ ആയുസ് കണക്കാക്കിയത് അത്രയും കാലം ഇസ്സത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ നിന്നിലേക്കും റാഹത്തോടെ ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയം സന്തോഷത്തോടെ നിന്നിലേക്ക് മടങ്ങാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. സക്കറാത്തിന്റെ സമയം വശളാക്കല്ല അല്ലാ, വശളാക്കല്ല അല്ലാ. പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് ഇടപാടുകളൊക്കെ തീർത്ത് നല്ല റാഹത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഹബീബായ തങ്ങളെ ചിരിക്കുന്ന രംഗം കണ്ട് പടച്ചവനെ പുഞ്ചിരി തൂകി കണ്ണെന്ന് കണ്ണുനീര് വന്ന് മുഖത്ത് പുഞ്ചിരി പടർന്ന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ മൂക്കിന്റെ ദ്വാരം വികസിച്ച് നെറ്റിത്തടം വിയർത്ത് നല്ല റാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ റാഹത്തിൽ ഉച്ചത്തിൽ ശബ്ദിച്ച് റാഹത്തോടെ നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിനും ഈ പള്ളിയുടെ പരിപാലനത്തിനും ആരൊക്കെ എന്തെല്ലാം സഹായങ്ങൾ നൽകിയോ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഖൈറും ബർക്കത്തും നീ ചൊരിയണേ റഹ്മാനെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഞാനും ദുആ ചെയ്യാം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.